ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ? വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ? വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ? വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ? വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കുട്ടാ, നീ മനോഹരമായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴും തുടക്കത്തിൽ പല്ലവി
അസലായിട്ട് പാടി. അതിനകത്തൊരു വിയർപ്പുണ്ടോ എന്നുള്ളതിൻ്റെ ആ ചെറിയൊരു സ്ലിപ്പ്, അത് കുഴപ്പമില്ല. അനുപല്ലവി അസലായിട്ട് പാടി. തുണ്ട് വല്ലവയിലും ഉറക്കമായോ എന്നുള്ളതിൻ്റെ ഒരു ശകലം അതൊക്കെ വിടാം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ബാക്കിയും കൂടെ കറക്റ്റാക്കി വന്നാൽ നന്നായിരുന്നേനെ എന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞ ഉടനെ 15-ാം ഒരു തുടക്കം തുടങ്ങി. ഒന്ന് പാടിക്കേ കറക്റ്റായിട്ട്. 15-ാം വാവിലെ പാലഴിത്തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു. അടുത്ത് പുളിയില് മോനെ എപ്പോഴും നോക്ക് ശരിയാണോന്ന് സ്വയം തീരുമാനിക്കും. പുളിയിലക്കര പുളി പാസാരി സനി സരി സാ പാസാ പുതച്ചാട്ടേ. അവിടെ ഒരു സംഗതിയുണ്ട്. അത് അവിടെ സംഗതി ഇല്ല. നിന്നെ ബാക്കിയെല്ലാം നന്നായിട്ട് പാടിയായിരുന്നു. ഈ ഒരു പോർഷനാണ് കുറച്ച് പ്രശ്നം ഉണ്ടായത്. കുഴപ്പമില്ല, ഓരോ ദിവസം അല്ലേ, ചിലപ്പോ അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അടിച്ചു മോനെ. അല്ല എന്ത് പറയാൻ. ഓൾ ദ ബെസ്റ്റ്. എന്തോ നന്നായി പാടി കേട്ടാ. ഡീറ്റെയിൽസ് വളരെ കറക്റ്റ് ആയിട്ട്, എന്തൊക്കെയോ കുറച്ച് മിസ്റ്റേക്സ് ഉള്ളു, അത് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. ലിറിക്സ് പ്രത്യേകിച്ച് നമ്മൾ ആ വിഷ്വലി നമ്മളത് കാണുക. അതായത് വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു മുണ്ടും ബ്ലൗസും ഇട്ട് യുവതി ഇങ്ങനെ മടങ്ങി കിടക്കുന്നതും ആ കാമുകന്റെ സങ്കല്പത്തില് എന്ത് രസമായിട്ട് എഴുതിയേക്കുന്നത്. ആ ട്യൂൺ ആയിക്കോട്ടെ, നീ ഒന്നും അറിയാണ്ടാ പാടുന്നത്, പക്ഷെ നിന്റെ പാട്ടില് ആ പാട്ടിന് കൊടുത്തു വെച്ച ഫീൽ ഏകദേശമൊക്കെ നിനക്ക് കൊടുക്കാം, അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റി കേട്ടോ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അസലായി പാടിട്ടോ. താങ്ക് യു. ഈ പറഞ്ഞ മാതിരി പിച്ചിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു. പിന്നെ ചില സംഗതികൾക്ക് കുറച്ചൊരു ക്ലാരിറ്റി കുറവ് തോന്നി, കാറ്റിൽ എന്നുള്ള സംഗതിയൊക്കെ. പക്ഷെ അതിനെക്കാട്ടൊക്കെ അപ്പുറം വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു റെൻഡിഷനായിരുന്നു. കാരണം ഭൈരവി, ഇവിടെ കർണാടകയിൽ തന്നെ സിന്ധു ഭൈരവി എന്ന് പറയും, നോർത്തിൽ ഇതിന് ഭൈരവി എന്ന് പറയും. ദേവരാജൻ മാഷിന്റെ ഫുൾ പേഴ്സണാലിറ്റി ഈ പാട്ടിൽ വരുന്നുണ്ട്. ഈ രാഗം എന്ന് പറയുന്നത് ഒരു ഓട്ടോബയോഗ്രഫി മാതിരിയാ. അതിൽ കമ്പോസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി അതിൽ വരും. അപ്പം ഇതിൽ തന്നെ എത്രയോ ഷെയ്ഡ്സ് ഉണ്ട്. ഗുലാം അലി സാറിന്റെ ഫേമസ് ഗസലുണ്ട്, യേ ദിൽ യേ പാഗൽ ദിൽ മേരാ ക്യൂ ബുझ ഗയാ ആവാരഗീ ദിൽ. അങ്ങനെ എത്രയോ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഇതിൽ. ഈ രാഗത്തിൽ 12 നോട്ട്സും ഉണ്ട്. ശുദ്ധരാഗത്തിലല്ല ഞാൻ പറയണത്, പക്ഷെ പലതും വരുമ്പോ അപ്പം നിസഗമ പദപ ഗമമഗരി സാദസ സഗപ സനി സനി നി പ അങ്ങനെയൊക്കെ ഉപയോഗിക്കും ഗസലില്. ഈ രാഗം വരുമ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള രാഗമാണ്. അപ്പൊ നമ്മളൊരു പാട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഫുൾ സ്റ്റഡി ചെയ്യുക, ഒരു കമ്പോസർ എങ്ങനെയാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നുള്ളത്. അപ്പൊ അതൊരു വലിയൊരു എന്താ പറയാ, സിംഗർ ആവണമെന്നല്ലേ ആഗ്രഹം ഭാവിയിൽ, ഉറപ്പല്ലേ? അപ്പം ഈ മ്യൂസിക്കിലേക്ക് ഫുള്ളി ഡൈവ് ചെയ്യുക, അതായത് ഇപ്പോഴേ അതിനുള്ള സാധന 100% ചെയ്യുക. അപ്പം നീ എന്നും വെച്ചോണ്ട് എവിടെ നിന്ന് പോയി എടുത്തു ചാടരുത്. കയ്യും കാലും ഒടിഞ്ഞ് അതല്ല, നമ്മളെ തന്നെ സമർപ്പിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പം വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So today we are giving you 98 out of 100. താങ്ക് യു സർ. ആടി ഒരു ഭാസ്കരൻ മസ്റ്റർ കുക്കുറ്റി. താങ്ക് യു സർ.